വാവക്കുട്ടിയാണ് ഈ ഒരു ഡിഷിന്റെ ഷെഫ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഏകദേശം തിളച്ചു വന്നിരിക്കുകയാണ്. നിർത്തട്ടെ ഷെഫ്, നിർത്തട്ടെ. അമ്മക്ക് പറഞ്ഞു കൊടുത്തേ കുറച്ചധികം കച്ചവടം വെച്ചല്ലോ. ഷുഗർ അധികം കുറച്ച് വെള്ളം ഒഴിക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നൊരു സൺഡേ ആണ്. ഇന്നലെ രാത്രി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മീൻ ഫ്രൈ വെക്കലാണ് പരിപാടി. പൊതുവെ സൺഡേ എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഡേ ആണ്. അമ്മൂതാ മീനിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. മസാല ഒക്കെ തേച്ച് തുടങ്ങിയിട്ടുണ്ട്. വറക്കാനുള്ള പരിപാടിയല്ലേ. പിന്നെ ഇതാ ഇഡ്ഡലിയാണെന്ന്. ഇഡ്ഡലി കുറച്ച് പരിക്കുകളൊക്കെ കാണാണ്ടല്ലോ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട്. ഹലോ, എന്താ ചോദിച്ചമണി കഴിക്കാത്തേ? ഇതാ എടുത്ത് കഴിച്ചാട്ടെ, വേഗം കഴിച്ചാട്ടെ. പാട്ട് വേണോ? ടി വി വെച്ചേരട്ടെ? ടി വി വേണ്ടേ? தமிழ் பேசுறியா? எதுக்கு தமிழ் பேசுற? இது மலையாளம் தானே, மலையாள ப்ளாக் தானே. அப்ப தமிழ் பேசலாமா? தமிழ் தான் பிடிக்கும். தமிழ் பிடிக்குமா? அவங்க தமிழ் தான் பிடிக்குமா? மலையாளம் பிடிக்காதா? என்ன பண்றது இந்த பாப்பாவை? ഇത് മലയാള ബ്ലോഗ് തന്നെ പാപ്പ. മലയാളല്ലേ വാവ? ഇത് മലയാളത്തിലല്ലേ പറയേണ്ടത് അല്ലേ? ഇതിനെ തമിഴില് പറഞ്ഞേ. തമിഴ് അത്ര പിടിക്കരുത്. വയ്യ, എന്ത് പിടിച്ചാലും വേണ്ടില്ല. അത് വേഗം തിന്നു. 4 ഇഡ്ഡലി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇരിക്ക്, ശരി, ഇരിക്കെങ്കിൽ ഇരിക്ക്. എന്താ ഇരിക്കണം? 1 2 3 1 2 3 4. ആ, ഉനക്ക് എത്ര ഇഡ്ഡലി ഇരിക്ക്? ഉനക്ക് എത്ര ഇഡ്ഡലി ഇരിക്ക്? അച്ഛനാ അറിയില്ല, അച്ഛൻ കഴിക്കാൻ തുടങ്ങണേ ഉള്ളു. ഫസ്റ്റ് ആ, വാവയാണ് ഫസ്റ്റ്. വാവ പെട്ടെന്ന് കഴിച്ചു കഴിയും. വേഗം കഴിക്കും. ചമ്മന്തി പൊടി നല്ലതല്ലേ? ഇത് പുതു ചമ്മന്തിപ്പൊടി തന്നെ, പുതിയത് മേടിച്ചു തന്നെ കടയിൽ നിന്ന്. ആ, പിന്നെന്താ പുതിയ ചമ്മന്തിപ്പൊടി. മുളകില്ലേ? മുളകുണ്ടേ. നല്ല എരിവുള്ള സാധനമാണല്ലോ അച്ഛൻ മേടിച്ചത്. എരിവുള്ളത് കഴിക്കാൻ വേണം, എരിഞ്ഞിട്ട് കഴിക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇയാൾ ഫാൻ ഇട്ടോ, ചൂടുണ്ടാവും. വേറെ കുളിച്ചു പാവും. മമ്മി എന്താ നിങ്ങളിങ്ങനെ കടന്നുകൊണ്ടിരിക്കണേ? ഇഡ്ഡലി കഴിക്കാൻ വരൂ. ഞാൻ എണീച്ചോളാം, നിങ്ങൾ പോയി കഴിച്ചോളേ. എന്നാലും ഞാൻ എണീച്ച് വരാം. എന്നാ പതുക്കെ നീച്ചു വാ. എത്ര നേരമായി കിടക്കണു? 9 മണി കഴിഞ്ഞില്ലേ? വന്ന് കഴിച്ചൂടെ? ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. വാ, എണീറ്റ് വാ. ഈ പോയി കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോവാ, നിങ്ങള് വാ. പോയി കഴിച്ചോ. എന്തൊക്കെയാണ് പാല്? ഷുഗർ, പാല്, പിന്നെ ഷുഗർ അല്ല, ഷുഗർ കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് കുറച്ചൊരു പാൽ ഒഴിച്ചിട്ട് അതുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ വാങ്ങിച്ചിട്ട് വേണം. എന്തൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയാണ് വേണ്ടത്? ഇല്ലാത്തതാണ് അവിടെ ഒക്കെ ഉണ്ടല്ലോ വീട്ടിലേർന്നു. അല്ല, ഇതില് പാര ഷെഫ് എന്തിലിടണ്ടേ പഞ്ചസാര? പാവത്തിന് കഴിക്കേണ്ടി വരും കേട്ടോ. പഞ്ചസാര ഇട്ടു. മഞ്ഞപ്പൊടിയൊക്കെ അറിയോ? ഇതെന്ത് സാധനം? കോളാക്കി കഴിഞ്ഞാൽ ചന്തിക്ക് കിട്ടേണ്ടിരുന്നു കേട്ടോ. സാധനം ഉണ്ടാവണം. പാവത് കുഞ്ഞു കുട്ടിയത്. ഉണ്ടാക്കുമ്പോ സാധനം ഉണ്ടാവണം. നാളെ സാധനോടൊക്കെ ഉണ്ടാക്കി തരുമോ അച്ഛന്? സാധനം ഉണ്ടാവുമോ? സാധനം ഉണ്ടാവോ ഉണ്ടാക്കിയാല്? അതാദ്യം പാരെ സാധനം ഉണ്ടാവോ? സാധനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ രണ്ടിനും കൂടി അച്ഛന് പറപ്പിക്കും വരുന്നു ഇപ്പൊ. ആഹാ, അച്ഛന് ഫാൻ ഇട്ടോളൂ പറപ്പിക്കുത്ര. ഇപ്പൊ അച്ഛൻ പോണോ അടുക്കളന്ന്? എന്നാലേ നിങ്ങളെ തോന്നിയ ദിവസം നടക്കൂലേ? മഞ്ഞപ്പൊടി, പഞ്ചാര, എന്താ കഥ? പിന്നെന്താ? പാല്. അത് കഴിഞ്ഞാല് എന്നിട്ട് അവൾക്ക് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ പാല് കുടിക്കാൻ ചേർക്കുന്ന സാധനം എന്നിട്ട് അവർക്ക് കൊടുക്കണം കേട്ടോ ലേശം. അതിന് മറ്റേ പൊടിയും കലക്കി.
അപ്പൊ പിന്നെ കുഴപ്പമില്ല, വാവക്കുട്ടി കുടിച്ചാൽ മതി. എന്താ ഇത്രയും പാല് മിക്സ് ചെയ്യുന്നുണ്ട് അമ്മ. പാലിട്ടോ ഇത് കുറച്ചുകൂടെ കലക്കുക. ആ എന്നിട്ട് കലക്കാം അല്ലേ? സ്റ്റൗ ഓൺ ചെയ്യാം അല്ലേ? സ്റ്റൗ ഓൺ ചെയ്തിട്ട് കലക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കണം. എന്നിട്ട് വേണം കലക്കാൻ. ഇത് കഴിഞ്ഞു. ഇത് തിളയ്ക്കുമ്പോ പാലോ പാച്ചി കുടിക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ. മഞ്ഞപ്പൊടി, പാല്, പഞ്ചസാര ഒക്കെ പാടെ അടുപ്പത്തിട്ട് തിളപ്പിക്കാൻ വെക്കാൻ പറഞ്ഞിരിക്കുക. വിഷമൊന്നല്ല, കുടിക്കാൻ പറ്റുമൊക്കെ ചെയ്യും. ആ കുടിക്കട്ടെ. നോക്ക ഭക്ഷണം പോയത് അതെന്താ അറിയോ, നോമ്പൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനും കുടിക്കാൻ വരുമോ? എന്തിന്? അച്ഛനെ ജീവിക്കണം കുറച്ചു നേരം കൂടി. കേട്ടോ, എനിക്ക് കപ്പത്ത് പോയിരിക്കാൻ വയ്യ. ഞാൻ സാധനം കുടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയിട്ട്. വെറുതെ അല്ല ഇവള് ഇത് എങ്ങനെ കണ്ടുപിടി പറയുന്നത്. പിന്നെ എങ്ങനെ യൂട്യൂബില് കണ്ടിട്ടുണ്ടാവൂലേ? ഞാൻ അന്ന് കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതാ. എല്ലാ ക്വാണ്ടിറ്റിയും ആക്യുറേറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ചിക്കൻ ഡ്രിങ്ക്. അതർവൈസ് വാവക്കുട്ടിയാണ് ഈ ഒരു ഡിഷിന്റെ ഷെഫ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഏകദേശം തിളച്ചു വന്നിരിക്കുകയാണ്. നിർത്തട്ടെ ഷെഫ്, നിർത്തട്ടെ? ഗ്ലാസ്സിൽ വെക്കാം. നല്ല ചൂടുണ്ട്. കുറച്ചു നേരം കഴിയട്ടെ, എന്നിട്ട് ഗ്ലാസ്സിൽ വെക്കുക. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാ. എന്തുണ്ടാക്കിയാലും ശരി, വാവക്കുട്ടി ഉണ്ടാക്കിയതാണ്. അമ്മക്ക് പറഞ്ഞു കൊടുത്തേ. കുറച്ചധികം നല്ല സെന്റല്ലേ പച്ചവെള്ളം വെച്ചോളാം. ഷുഗർ അധികം, കുറച്ച് വെള്ളം ഒഴിക്കും. അയ്യോ, വാവക്കുട്ടി ഒരു മഞ്ഞപ്പൊടി പഞ്ചസാരയൊക്കെ പാലിലിട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എവിടെ യൂട്യൂബിലോ എവിടെ കാർട്ടൂണിലോ കണ്ടതാണെന്നാ പറയണേ. സാധനം കഴിച്ചു നോക്കി. മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടോ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസം. ഇത് എങ്ങനെ ഇവിടെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എത്രയും ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നിപ്പോൾ ഷെഫ് ആവുക അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഇത്ര ഈസിയാണെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ വളർച്ച. എല്ലാം ഒരു വിരൽ തുമ്പിലാണ്. ഈ പറയുന്ന മൊത്തം റെസിപ്പി അവള് സ്വന്തമായിട്ട് പറഞ്ഞു കൊടുത്ത് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അമ്മൂനെ കൊണ്ടേ സംഭവം വർക്കായി. ഇഷ്ടായോ മീമി? ഇഷ്ടായോ? ഐ എം ഹാപ്പി. അമ്മ ആണോ? മുത്തശ്ശി അമ്മ പരട്ടി വെച്ചു, മുത്തശ്ശി വറുത്തു. ഉപ്പ് മുളക് പരട്ടി വെച്ച് കൊടുത്തു. ഇത് നോക്കി, മഴക്കാറ് വരാൻ പോവാണ്. ഇന്നലെ കൊണ്ടുവന്നിട്ട തുണി ഇന്നെങ്കിലും തിരിച്ചെടുത്തേക്ക് പണി കിട്ടും. നോക്കിയേ, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് അമ്പു പറഞ്ഞത് ഒരു ഡൗട്ടുണ്ട്, ഒന്ന് പോയി നോക്കണത് നല്ലതാണെന്നുള്ളത്. നോക്കുമ്പോൾ അതേ ചെറിയ ചെറിയ തുള്ളികളൊക്കെ അവിടെയും കൂടിയും കാണാനുണ്ട്. അയ്യോ, ബാബുക്കുട്ടി ഉറങ്ങിയിട്ടില്ല, ഉണർന്നു. ഉറങ്ങിയ തല മാന്തൂലോ? ഉറങ്ങിയ തല മാന്തും. അപ്പൊ ഉറങ്ങിയിട്ടുണ്ടോ? തലയൊക്കെ മാന്തണം. ചന്തിയൊക്കെ ചൊറിയും ഉറങ്ങിയാല്. ചന്തിയൊക്കെ ചൊറിയോ? എങ്ങനെയൊന്നും ചെയ്യില്ല. ചന്തി ചൊറിയോള് ഉറങ്ങിയാല്. ഉറങ്ങിയ എങ്ങനെ ചന്തി ചൊറിയോ? കാലൊക്കെ അണക്കും. ഇങ്ങനെ ഉറങ്ങിയാല് കണ്ട ആ വിരലൊക്കെ അണക്കും. പിന്നെ തല ചൊറിയും. ഷോ ഉറങ്ങിട്ടോ കുട്ടി. എടാ നല്ല വൈബ് കിട്ടോ, മഴ വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. 5:30 മണിയായി. എന്ത് ഇരുട്ടൊന്നു. അയ്യോ, നമുക്ക് പോയിട്ട് ബാൽക്കണിയിൽ നിൽക്കാം. നമുക്ക് നിക്കാം. അതെന്താ വേണ്ടാത്തേ? അതെന്താ വേണ്ടാത്തേ? അല്ലേ, മഴ ഇല്ല അല്ലേ? മഴ ഇല്ല, വേണ്ട. ചെറിയ ചാറില് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇടി നന്നായിട്ട് വെട്ടുന്നുണ്ട്. നല്ല ഗംഭീര മഴക്കാറ്. ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല വെതർ. കുടിച്ചെടുക്ക, തണുപ്പുണ്ട്. അതല്ലേ വേണ്ടേ. ഇവിടെ അങ്ങനെ വല്ലാണ്ട് നിൽക്കണ്ട. മിന്നലടിക്കുമ്പോ പേടിയാവുന്നുണ്ട്. ആ പിള്ളേർക്കൊരു പേടി നോക്കാം. അത് അന്നല്ല, ഇപ്പൊ കുറച്ച് മുന്നേ ഉണ്ടായതാ. ജനല് മൊത്തം ഉള്ളിൽ വരെ മിന്നലടിച്ചു പോയി. ഇപ്പൊ ജസ്റ്റ് സെക്കൻഡ്സില്. അവര് നല്ല കളിയാ അവിടെ പിള്ളേര്. പാവക്കുട്ടി മാഡം ഇപ്പോൾ എന്ത് കാണുന്നു? മഴ കണ്ടും കൊണ്ട് ഒരു വൈകുന്നേരം തീറ്റ. ചോറ് കഴിക്കുകയായിരുന്നില്ലേ അവിടെ ഡിന്നർ? ആക്ച്വലി ഈ സമയത്ത് ചുടുക്കണ പഴംപൊരി,
ബജ്ജി ഇതുപോലെ ഉണ്ടെങ്കിൽ എത്ര സിമ്പിളാ അറിയാം. അല്ല രണ്ടുപേരും കൂടി ഇതേണ്ടി അവിടെ കുത്തിരിക്കുന്നല്ലോ. എന്താ അവിടെ നിന്ന് പോന്നേ? മിന്നലടിക്കണ്ടേ, ഇടി മിന്നല്. അപ്പൊ കണ്ണില് പട്ടിയിരുന്നു. ഞാനകളെ അങ്ങോട്ട് പോന്നെ. അതാ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ ആദ്യം മുതല് അച്ഛൻ വന്നിട്ട് കാറിൽ കൈ വെച്ചിരിക്കണം, കേക്കണ്ട അച്ഛട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. അതെ അന്നൊക്കെ ഞാൻ അച്ഛനോട് ഉണ്ടാക്കുന്ന പറഞ്ഞ പാലില്ലേ, ആ പാലിങ്ങനെ പൊങ്ങി വരുമ്പോ ആ കുട്ടിയോട് ഇവിടെ ഇടണം. അതേപോലെ അച്ഛനും ചെയ്യണം. കേൾക്കൂല, നമ്മള് പേടിയില്ല. എന്താ വാവേ ഇങ്ങനെ ചെവി പൊത്തിയിട്ട് ഇങ്ങനെ കിടക്കണേ? എന്തെങ്കിലും ചെവിയും പൊത്തി കിടക്കണേ? പേടിയാ ഇടി മിന്നലിനെ? ചെവി പൊത്തി കിടക്കണ പേടിക്കില്ല. ചെവിയില് കേൾക്കൂല. കേട്ടാൽ പേടിണ്ടാവും നമ്മൾക്ക്. കേട്ടാലേ പേടിണ്ടാവുള്ളൂ. എല്ലാം നേരത്തെ പറഞ്ഞു, ഇങ്ങനെ കാലിൽ വെച്ചാൽ പേടിണ്ടാവില്ല. ഇങ്ങനെ എന്നാലും കാതുകൂടെ കേട്ടാ പേടിയാവും. കാതിലൊക്കെ മിന്നല് പോവും. കാലിൽ കൈ വെച്ചാൽ പോവാൻ കൈയെല്ലാം ഉണ്ടാവുക. അങ്ങനെ 7 മണി ആയപ്പോഴൊക്കെ തന്നെ ഡിന്നർ കഴിഞ്ഞു. പുറത്തുള്ള മഴയുടെ വഴിക്ക് പോയി. ഇപ്പം മഴയില്ല, ഒന്നുമില്ല. കിട്ടിയില്ല 10 മണിക്ക്. അങ്ങനെ ഒരു സൺഡേ കൂടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല മെയിൻ ഫ്രൈയും അടിപൊളി പരിപാടിയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും എന്തായാലും നല്ല ഗംഭീര മഴ ഉണ്ടായി, ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഡിന്നർ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ 7:30-8 മണീൻ്റെ ആ ഒരു നേരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മുതൽ നമ്മൾ പൊരിഞ്ഞ തിരക്കിലായിരിക്കും. സ്കൂൾ തുറക്കല്ലേ കുട്ടിക്ക്, മൺഡേ അല്ലേ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.